ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ മുതൽ ധൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. റിസ്ക് ഉള്ള മേഖലയാണ് ഈ നടക്കുന്നത് മുഴുവൻ. വയനാട്ടിലെ വെള്ളം എല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വളരെ ശക്തമായിട്ടുള്ള വിഷജന്തുക്കൾ പുറത്ത് ചാടിയിട്ടുണ്ട്. അങ്ങോട്ട് പോകുന്നവരും നാട്ടിലുള്ളവരും ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. കേരളം കണ്ട വലിയ ഒരു പ്രകൃതിയുടെ താണ്ഡവം നമുക്ക് മുന്നിൽ ഇങ്ങനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, എല്ലാവരും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ ഒന്നിച്ചിറങ്ങിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചില വിഷജന്തുക്കൾ, ഇതൊക്കെ അവര് വളർന്ന സാഹചര്യവും അതുപോലെ തന്നെ അവരുടെയൊക്കെ എന്താ പറയുക, അവരുടെയൊക്കെ ആ കുടുംബ അന്തസ്സാണ് ഈ കാണിക്കുന്നത്. ഇപ്പൊ കണ്ടോ, ഞാൻ മുന്നിട്ട ഈ ഫോട്ടോയിൽ കാണുന്ന അല്ലെങ്കിൽ വീഡിയോയിലിട്ട ആ മനുഷ്യന്റെ സംസാരം നോക്ക്. പ്രകൃതിയുടെ ഈ പ്രശ്നം വന്നപ്പോ, ഈ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് മുന്നിൽ വന്നപ്പോൾ ഒരുപാട് കുടുംബങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഒരുപാട് പേരുടെ വീട് നഷ്ടപ്പെട്ടു, ജീവൻ നഷ്ടപ്പെട്ടു, സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടിട്ട് ലോകം മുഴുവൻ അതിന്റെ പേരിൽ സങ്കടപ്പെട്ടുകൊണ്ട് എല്ലാവരെയും പിന്നെ സമാധാനിപ്പിച്ചു കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ രീതിയിലുള്ള ചില കാട്ടങ്ങളുടെ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ പറയണ്ടെന്ന് വിചാരിച്ചതാ, പിന്നെ പറയിപ്പിക്കുകയാണ്. എന്താണ് ഈ പറയുന്നത്? അദ്ദേഹം പറയണത് നോക്കൂ. കുറെ സംഘടനകൾ ഇതാ പെട്ടെന്ന് ജേഴ്സിയൊക്കെ അടിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. SSF, SKSF, പിന്നെന്താണ് STPI, പിന്നെ മുസ്ലിം ലീഗ്, പിന്നെ അതിന്റെ അപ്പുറം കോൺഗ്രസ്, LDF, ഇതൊക്കെ ഇങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് പറയാൻ വയ്യ, വിറച്ചിട്ടാ പറയണത്. അമ്മാരില്ല മനസ്സിന്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന ഇരുത്തം. ഇത്രയും കടുത്ത കൊടും വിഷം ഉള്ളിലുള്ള സമയത്ത് എങ്ങനെ ഈ മനുഷ്യനൊക്കെ ശരിക്കൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ കഴിയുന്നത്? ശരിക്കൊരു ശ്വാസം എടുത്തിട്ട് സംസാരിക്കാൻ പറ്റണില്ല ജന്തുവിനൊന്നും. എന്നിട്ട് ഇങ്ങനെ കടുത്ത വിഷം തുപ്പാണ്. ഇവരൊക്കെ ഇറങ്ങിയിരിക്കുന്നത് അവരുടെ ജേഴ്സിയും സംഘടനയും പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ശക്തമായിട്ടുള്ള പ്രശ്നമുള്ള വെള്ളമുള്ള ഏരിയയിലേക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നടന്ന ഏരിയയിലേക്കൊന്നും ഇവർ കടക്കണില്ല. ചെങ്ങായി നല്ലൊരു കണ്ണാട വെച്ച് നോക്ക്. മനുഷ്യത്വമുള്ള നാടിന്റെ നന്മയുള്ള മക്കൾ അവിടെ കിടന്ന് ഇടങ്ങറാകുന്നത്, അതിനുവേണ്ടി പ്രയത്നിക്കുന്നത്, സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടാണ് ആ കുട്ടികളൊക്കെ അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നത്. പിന്നെ അവരിട്ടിരിക്കുന്ന ജേഴ്സി ഉണ്ടല്ലോ, ഓരോ സംഘടനയുടെ 3-4 അക്ഷരം ഇംഗ്ലീഷ് എഴുതിയിട്ടുള്ള ജേഴ്സി. നിങ്ങൾ പറഞ്ഞല്ലോ SSF, SKSF എന്താന്ന് ഇവർക്ക് അറിയാൻ ചെയ്യൂല, വായിക്കാൻ വെച്ചണ്ട. ഈ ജന്തുവിന് ഇങ്ങനെയുള്ള ഈ 3 അക്ഷരം 4 അക്ഷരം എഴുതിയ ജേഴ്സികൾ ഉണ്ടല്ലോ, അതൊക്കെ അവര് വളർന്നതിന്റെ സംസ്കാരമാണ്. അവരെ അറിയിക്കുന്നത് എന്താണെന്നറിയോ? അവരുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ അവർ പഠിപ്പിച്ചു വിട്ടുള്ള അവരുടെ ഗുരുനാഥന്മാരും പഠിപ്പിച്ചു വിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇന്ന ഭാഗത്ത് നിന്ന് വളർന്നു വന്നവരാണെന്നുള്ളതും ഐക്യമുണ്ടെന്നും അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപോലെ അവര് ഇറങ്ങിയിരിക്കുക ജേഴ്സിയൊക്കെ ഇട്ടിട്ട്. അത് അവരുടെ സംഘടനയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തനം മാത്രമൊന്നുമല്ല. ഇതിപ്പോ ഇന്നലെ അടിച്ച ജേഴ്സി ഒന്നല്ല. ഒരുപാട് വിഷമങ്ങൾ വരുമ്പോ ഈ കാണുന്ന ഈ ജേഴ്സി ഇട്ട ആളുകളൊക്കെ രംഗത്തിറങ്ങിയിട്ട് ജാതിയോ മതം നോക്കാതെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടോ? അതൊന്നും തിരിച്ചറിയാതെ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ആസ്മ പിടിച്ച ആൾക്കാരെ പോലെ വേർച്ചിട്ട് ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് വേറെ വല്ല പണി നോക്കിക്കൂടെ ചങ്ങായിമാരെ? ആരെ നിങ്ങൾക്കൊക്കെ അടിസ്ഥാനപരമായിട്ട് വിവരം പഠിപ്പിച്ചു തന്നത്? ആരെ നിങ്ങളൊക്കെ നേതാക്കന്മാരാക്കിയത്? എന്ത് കാര്യമുണ്ട്? എന്നിട്ട് അതിന് പിന്നെ അനുകൂലിക്കാൻ വേറെ ചില മൊയന്തുകള്, എന്നിട്ട് അതിന് ഇന്റർവ്യൂ ചെയ്യാനോ അതിന് ഇരുന്നിട്ട് കിടുകിടുന്ന് പറയാൻ വേറെ ചില ഹംകിങ്ങളും. വല്ലാത്ത തരം താഴ്ന്ന ജാതികളാണോ നിങ്ങളൊക്കെ? എന്തൊക്കെയാണ് കേൾക്കുന്നത് പല രീതിയിലായിട്ട്? നിങ്ങളൊക്കെ ചോറന്നെയാണോ തിന്നുന്നത്? നിങ്ങളൊക്കെ പ്രസവിച്ചത് തന്നെയാണോ? മനസ്സിലാവണില്ല. മൃഗങ്ങൾ പോലും ഈ രീതിയിൽ പെരുമാറൂല. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു അമ്മ പറഞ്ഞത്, ഞാനിവിടെ ഉണ്ട് എന്നെ രക്ഷിക്കണോന്ന്. കുട്ടീന്റെ ചെറുവിരല് കിട്ടി, അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് വീണ് കിടക്കണ വാർപ്പിന്റെ മേലെ കയറി. അപ്പൊ 2 നില കെട്ടിടം മറിഞ്ഞു വരികയാണ്. ഇവരിന് 2 കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി ഈ കുട്ടിനെയും ഒരു വയ്യാത്ത അമ്മനെയും ഒക്കെ പിടിച്ച് കയറ്റി അതിന്റെ മേലേക്ക് പോയി പട്ടത് വലിയൊരു കൊമ്പന്റെ അടുത്താ ആന. ആനനോട് പറഞ്ഞു ഞങ്ങള് വലിയ ദുരിതത്തിന്നാ വരുന്ന്, നീ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ പറഞ്ഞു. ആന 2 കണ്ണൊന്നും വെള്ളം ഒഴുക. പിന്നെ ഈ ബുദ്ധിമുട്ട് വന്നപ്പോ ഈ പ്രളയം വന്ന സമയത്ത് ഞാൻ കാട്ടിലേക്ക് ഓടി. അങ്ങനെ ഒരു കാട്ടാനയുടെ മുന്നിലാണ് എത്തിപ്പെട്ടത്. ആ കാട്ടാനയോട് ഞങ്ങൾ ഇങ്ങനെ ഒരു വിഷമത്തിൽ പെട്ടിട്ടാ വന്നിരിക്കുന്നത്, ഞങ്ങളുടെ വീട് പോയി, ഞങ്ങളുടെ ആളുകളൊക്കെ പോയി, ഞങ്ങൾ ജീവനം കൊണ്ട് ഓടിയതാന്ന് പറഞ്ഞപ്പോ ആ കാട്ടാനയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു എന്നാ അമ്മ പറഞ്ഞത്. നേരം പുലരും വരെ അവർക്ക് വേണ്ടിയ കാട്ടാന കാവല് നിന്നു.
ആ കാട്ടാന കാണിച്ച ഒരു 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 മനുഷ്യത്വമെങ്കിലും കാട്ടുജാതി ഞാൻ പറയണില്ല, എന്തുവാണ് ഇതൊക്കെ. കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് പലതായിട്ട്. ഒരു പാവപ്പെട്ട കുറച്ച് സ്ത്രീകള് പിഞ്ചു പൈതങ്ങൾക്ക് വേണമെങ്കിൽ അമ്മിഞ്ഞപ്പാല് നൽകാന്ന് പറഞ്ഞപ്പോ ഓരോരോ ഞരമ്പ് രോഗികൾ എനിക്ക് വേണം, അതിൻ്റെ അടുത്ത് കൂടുതലുണ്ടോ കറവുണ്ടോ എന്നൊക്കെ ചോദിച്ചു വന്നു. അത് ചില ആൾക്കാരൊക്കെ നന്നായി നമ്മുടെ കുട്ടികൾ കൊടുത്തിട്ടുണ്ട്, കൊടുക്കണം. ഇതിനൊക്കെ മറുപടി കൊടുക്കും വേണം, നന്നായിട്ട് ഒന്ന് അറിയിച്ചെടുക്കും വേണം. അങ്ങനെ കുറെ ജന്തുക്കൾ. അതിൻ്റെ അപ്പുറം കുറെ വലിയ ഡാഷിലെ മക്കൾ എഴുതിയിട്ടിരിക്കുകയാണ്, നിങ്ങൾ ബീഫ് തിന്നതിന്റെ പേരിലാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളത്, ബീഫ് തിന്നത് കൊണ്ട് പ്രകൃതി നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എവിടുന്നാണ് ഈ വിഷം തുപ്പുന്ന ഈ വാക്കുകൾ ഈ മക്കൾക്ക് കിട്ടുന്നത് മനസ്സിലാവായിട്ട് ചോദിക്കുക. ബീഫ് തിന്നത് കൊണ്ട് കേരളത്തിന് പുറത്ത് ഇതിന്റെ മുന്നേയുള്ള പ്രകൃതി ദുരന്തങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ബീഫ് തിന്നതിന്റെ പേരിലാണല്ലോ അല്ലെ. അവിടെ ആരാ ബീഫ് തിന്നുന്നത് കാര്യമായിട്ട്? ബീഫ് തിന്നുന്നവരെ നമ്മൾ കാണുന്നതല്ലേ. എന്നിട്ട് അതിൽ കൂടുതലായിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ പാവങ്ങൾ ആരാ? അവരൊക്കെ ബീഫ് കഴിച്ചിട്ടാ. ഇങ്ങനെ ഓരോന്നും വിളിച്ച് പറയുക. ആകെ കേരളത്തിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ എന്നുള്ള ഇവരെ വിചാരം. ഇതൊക്കെ എന്താണെന്നറിയോ, ഇപ്പൊ ഒരു ജാതി സൂക്കട. അതേപോലെ തന്നെ ഇപ്പോ ഈ ഇതിലേക്കുള്ള സംഭാവനകളും അതുപോലെ തന്നെ ആളുകളെ സഹായങ്ങളും അടക്കാൻ വേണ്ടി കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. മുന്നുണ്ടായ പ്രളയ സമയത്ത് ഉണ്ടായിട്ടുള്ള ദുരിതാശ്വാസ ഫണ്ട് മുക്കി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു പാർട്ടിയോട് വലിയ താല്പര്യമൊന്നുമില്ല, പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടിയോട് തീരും താല്പര്യമില്ല. പക്ഷെ എങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവരൊക്കെ മുന്നിട്ടിറങ്ങിയിട്ട് ഒരു മുഖ്യമന്ത്രിയൊക്കെ പറയുന്ന സമയത്ത് അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ ഈ ഓലക്കമലത്തെ വർത്താനം പറയാൻ നാണും മാനുമില്ലടോ. നിങ്ങളൊക്കെ ഏത് കുടുംബത്തിൽ ജനിച്ചവരാ, അല്ലെങ്കിൽ എന്താ നിങ്ങളൊക്കെ സംസ്കാരം എന്ന് പറയുന്നത്? എന്നിട്ട് ആ 10 രൂപ മുടക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കാര്യം കിട്ടാനാ? വെറുതെയെങ്കിലും ഇരുന്നിട്ട് ഓരോന്നും ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും എഴുതി കൂട്ടിയിട്ട് വെറുതെ ഉള്ള സന്തോഷവും സമാധാനവും ഒരുമി നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഏത് പാർട്ടി ഭരിച്ചാലും ആരാണ് കൈയിട്ട് വാരാത്തവര്? പിന്നെ ഇപ്പൊ ഒരു ദുരിതാശ്വാസത്തിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്ന സമയത്ത് അതിനെ എതിർക്കുക. നിങ്ങൾ ആരെതിർത്തിട്ടും കാര്യമില്ല. കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുമയുള്ളവരെ, ഒരു പ്രശ്നം വരുമ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നതാ. അതിന്റെ ഇടയിൽ ഇതുപോലുള്ള വിഷജന്തുക്കളൊക്കെ അങ്ങോട്ട് കയറി വരുന്ന സമയത്ത് എന്തെങ്കിലും പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ മോശമല്ലേ? എന്തെങ്കിലും അത്രയും സങ്കടം തോന്നുകയാണ് ഈ വിഷജന്തുക്കളുടെ വിഷത്തിൽ പുലർന്നിട്ടുള്ള ഈ വാക്കുകളൊക്കെ കേൾക്കുന്ന സമയത്ത്. ഇത്രയും വലിയൊരു ഒരു വിഷമം ഈ കേരളക്കര ഒന്നാകെ നേരിട്ടുകൊണ്ട് ജാതിയോ മതമോ വയസ്സോ പ്രായോ ഒന്നും നോക്കാതെ പിഞ്ചു പൈതങ്ങളൊക്കെ എടുത്തുകൊണ്ടുവരുന്ന രംഗങ്ങൾ നിങ്ങൾ കാണുന്നില്ലടോ. ഇതൊക്കെ ഈ പിഞ്ചു പൈതങ്ങളൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന രംഗങ്ങൾ. എന്നിട്ട് നിങ്ങളെ പോയിട്ടുള്ള ഈ കാട്ടൻ തീനികൾ ഈ രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യരോട് ഇങ്ങനെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുമ്പോ സഹിക്കണില്ലടോ. അതുകൊണ്ട് പറയാ, സഹിക്കണില്ല. കുറച്ചെങ്കിലൊക്കെ ഒരു മാന്യത പുലർത്തണം. ഒന്നല്ലെങ്കിൽ തറവാട്ടിൽ പിറക്കണം. അതല്ലെങ്കിൽ ഞാൻ പറയണില്ല, വെറുതെ മാതാപിതാക്കളെ പറയിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ ഓരോരോ പ്രസ്താവന ഇറക്കണം. നേരം വെളുക്കുമ്പോ തുന്നി പിടിപ്പിച്ച ജേഴ്സിയാണ്, ആ ജേഴ്സി ഇട്ട് ഇറങ്ങിക്കാണ്, ഇത് പറയാൻ പോലും ജീവല്ല. എന്നിട്ട് വെറുതെ ഓരോന്നിങ്ങനെ, എന്നിട്ട് അതിനെ ഇന്റർവ്യൂ ചെയ്ത് കിളി ഇത് പറയാൻ വേറൊരു മൊയന്ത്. എന്താണെങ്കിലും പൊന്നു മനുഷ്യന്മാരെ, ഒരു മഴ നല്ലപോലെ പെയ്താൽ മതി. നിങ്ങൾ എന്തിന്റെ ഉള്ളിൽ നിന്ന് സൂക്ഷിച്ചിട്ടും കാര്യമില്ല, അത് എല്ലാവരുടെ മുറ്റത്തും വരും കേട്ടോ. അപ്പൊ നമുക്ക് കാണാം നിങ്ങൾ ഈ പരിഹസിക്കുന്നതും കളിയാക്കുന്നതും ഇതിനെതിർക്കുന്നതും അതുപോലെ തന്നെ സഹായ ഹസ്തങ്ങളുമായിട്ട് വരുന്നവരെ ഓരോ പരിഹാസങ്ങളോടുകൂടി പറയുന്നതും എല്ലാം കണക്ക് ചോദിച്ചിട്ടേ ഇവിടുന്ന് പോവുള്ളൂ. ഒരു സംശയം വേണ്ട. എല്ലാവരും കണക്ക് ചോദിക്കും നിങ്ങളോട്, പ്രകൃതിയും കണക്ക് ചോദിക്കും. എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ, നമ്മളൊക്കെ പ്രത്യേകിച്ച് അവിടെ ഇടം വലം നോക്കാതെ ജീവന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് ഓരോ മനുഷ്യരെയും രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്. അതുപോലെ തന്നെ ശരീരം ഏത് രീതിയിലാണ് അവിടെ കാണുന്നതെന്ന് മനസ്സിലാവണില്ല. അതിനൊക്കെ പെറുക്കിയെടുത്തുകൊണ്ട് വേണ്ട രീതിയിൽ അതിനെ പരിപാലിച്ചുകൊണ്ട് അവസാന യാത്ര മനോഹരമാക്കി കൊടുക്കുന്ന ഒരുപാട് പ്രവർത്തകരെയും കാണുന്നുണ്ട് പല ഭാഗത്ത് നിന്ന്. ഏത് പാർട്ടിയാവട്ടെ, ഏത് ജാതിയാവട്ടെ, നിങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനകളുമുണ്ട്. അവിടെയും ഇവിടെയും ഇരുന്ന് വിഷം തൊപ്പുന്ന ആ ഒരു എന്താ പറയാ, നാടിനും വീടിനും മണ്ണിനും ഭാരമായി കൊണ്ടിരിക്കുന്ന ആ ജന്തുക്കളൊന്നും നിങ്ങൾ നോക്കണ്ടോ. നിങ്ങളുടെ കൂടെ ഈ ലോകം മുഴുവനുണ്ട്. ഒരു കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവൻ ഈ ഒരു അവസ്ഥ അറിഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുകയാണ്. പടച്ച റബ്ബ് എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. ഇതുപോലുള്ള വൃത്തിഹീനമായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുന്നവർക്ക് ഒന്നല്ലെങ്കിൽ നല്ല മനസ്സ് കൊടുക്കട്ടെ. അതല്ലെങ്കിൽ അവര് നമ്മുടെ ദൃഷ്ടിയിൽ നിന്നൊക്കെ പോവട്ടെ. ഒരു ഒതുക്കം അവർക്കും കിട്ടട്ടെ. അത്രേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. ഒരുപാട് വിഷമം സഹിക്കുന്ന കുടുംബങ്ങളാണ് ഇതിനോടൊപ്പം ഉള്ളത്. പടച്ച റബ്ബേ, അവർക്കൊക്കെ നീ കാവല് നൽകണേ. ആത്മാർത്ഥമായ മക്കളെ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഈ വിഷജന്തുക്കളുടെ ഒരു വാക്കും നിങ്ങൾ കേൾക്കുവാനോ
അവരോട് കൂടെ നിങ്ങൾ ഏത് പാർട്ടിയിലാണെങ്കിലും അനുഗമിക്കരുത്. നാശത്തിന്റെ വിത്ത് വിതക്കുന്ന ഏറ്റവും വലിയ വൃത്തിഹീനരാണ് അവര്. അവരോടുള്ള ബന്ധം ഒരിക്കലും നമുക്ക് വേണ്ട. പടച്ച റബ്ബ് സർവശക്തൻ ദൈവം നമ്മളെ കാക്കുമാറാകട്ടെ.